നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതായത് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും ഇറാന്റെ അനുമതിയോടുകൂടി ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നുപോകുന്നുണ്ട്. അത്തരത്തിൽ ഇറാൻ സൈന്യം നൽകുന്ന അനുമതി വാങ്ങിയ ശേഷം ഇറാൻ നിർദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട പാതയിലൂടെ മാത്രമേ കപ്പലുകൾ പോകാവൂ എന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്തരത്തിൽ ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള പാതകൾ ഒഴിവാക്കിക്കൊണ്ട് കപ്പലിൻ്റെ ഈ GPS സംവിധാനങ്ങളെല്ലാം അണച്ചുവെച്ച് കപ്പലുകൾ മറ്റു പാതകളിലൂടെ, അതായത് ഹോർമൂസ് കടലിടുക്കിൽ തന്നെയുള്ള മറ്റു പാതകളിലൂടെ യാത്ര ചെയ്യാറുണ്ട്. ഇറാന്റെ അനുമതി ലഭിക്കാൻ സാധ്യതയില്ലാത്ത കപ്പലുകൾ. അത്തരത്തിൽ മറ്റൊരു പാതയിലൂടെ പോയ ഒരു കപ്പലാണ് മൈനിൽ തറയ്ക്കുകയും പിന്നീട് പൊട്ടിത്തെറിക്കുകയും ചെയ്തത് എന്ന് ഇറാന്റെ ഒരു ന്യൂസ് ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തസ്നീം ന്യൂസ് എന്ന് പറയുന്ന ഇറാന്റെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ന്യൂസ് ഏജൻസിയാണ് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിർദ്ദിഷ്ട പാതയിലൂടെ മാത്രമേ കപ്പലുകൾ സഞ്ചരിക്കാവൂ എന്ന ഇറാൻ സൈന്യത്തിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് രഹസ്യമായി ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച ഒരു കപ്പലാണ് മൈനുകളിൽ തട്ടി പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. മറ്റുള്ള മേഖലകളിലെല്ലാം കടലുകളിൽ ഇറാൻ അപകടകാരികളായ മൈനുകൾ പാകിയിട്ടുണ്ട്. അത് ഈ സംഘർഷം ആരംഭിച്ച സമയത്തു തന്നെ ഇറാൻ മൈനുകൾ പാകുന്നത് ആരംഭിച്ചിരുന്നു. അതായത് ഈ മൈനുകൾ നിർദ്ദിഷ്ട പാത, ഇറാന്റെ സൈനികമായ നിയന്ത്രണത്തിലുള്ള നിർദ്ദിഷ്ട പാതയൊഴികെ കപ്പലുകൾ കടന്നു പോകാവുന്ന പ്രദേശങ്ങളിലെല്ലാം ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ഒമാൻ തീരത്തുകൂടിയുള്ള കപ്പൽ ഗതാഗതത്തിന് മാത്രമാണ് ഇപ്പോൾ മറ്റൊരു സാധ്യതയുള്ളത്. ഇപ്പോൾ മറ്റു മേഖലകളിലെല്ലാം ഇത്തരത്തിൽ മൈനുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അപകടകരമായ മൈനുകളാണ് ഇറാൻ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാന്റെ അനുമതി ഉണ്ടെങ്കിൽ പോലും കപ്പലുകൾ കടന്നു പോകുന്നത്. ആ സമയത്താണ് ഇറാന്റെ അനുമതി ഇല്ലാതെ, ഇറാൻ നിർദ്ദേശിച്ചിരിക്കുന്ന പാതയിലൂടെ അല്ലാതെ മറ്റൊരു പാതയിലൂടെ ഒരു കപ്പൽ യാത്ര ചെയ്യുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും. ഏത് കപ്പലാണ് ഇതെന്നും ഏത് പതാകയാണ്, ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ഈ കപ്പൽ, തകർന്ന കപ്പൽ വഹിക്കുന്നതെന്നും അതിലെത്ര പേരുണ്ടായിരുന്നുവെന്നും അവരെല്ലാം സുരക്ഷിതമാണോ എന്നുമുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. അതേസമയം അമേരിക്ക കപ്പൽ ആക്രമിക്കപ്പെട്ടതോടുകൂടി ഇറാനെതിരെ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്ക ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇറാനും അമേരിക്കയുമായി ഒപ്പുവെച്ച സമാധാന ഉടമ്പടി, ആ സമാധാന ഉടമ്പടി ഇറാൻ ഇങ്ങനെ നിരന്തരം ലംഘിക്കുകയാണെന്നും കർശനമായ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും അമേരിക്ക ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ മൈനുകളിൽ തട്ടി അപകടമുണ്ടാകുന്നത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ജൂലൈ 14-ന് 2 കപ്പലുകൾക്ക് ഇത്തരത്തിൽ മൈനുകൾ തട്ടി അപകടം സംഭവിക്കുകയും അവ തകർന്നടിയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ ദുരൂഹമായ പലതരത്തിലുള്ള അപകടങ്ങളും പതിയിരിക്കുന്നുണ്ട്. ആ അപകടങ്ങൾ താണ്ടിയാണ് ഈ ചരക്ക് കപ്പലുകളെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ചരക്ക് കപ്പലുകളെ ഇറാൻ തടയുന്നില്ല എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാന്റെ സ്വന്തം നിയന്ത്രണത്തിൽ തന്നെയാണ് ഇന്ത്യൻ കപ്പലുകളായാലും നേരെ ഇപ്പുറത്തേക്ക് വരുന്നത്. ഇറാൻ നിർദ്ദേശിക്കുന്ന പാത ഇറാൻ അധികൃതരുമായി ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം കപ്പലിൽ എന്താണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇറാൻ പരിശോധിക്കുന്നു. അതിനുശേഷം ഇറാൻ പല കപ്പലുകൾക്കും ചുങ്കം ചുമത്തുന്നു. അങ്ങനെ ചുങ്കമൊക്കെ കൊടുത്തതിന് ശേഷമാണ് കപ്പലുകൾ ഓരോന്നോരോന്നായി ഇറാൻ നിർദ്ദേശിച്ചിരിക്കുന്ന പാതയിലൂടെ പുറത്തു വരുന്നത്. ഇതാണ് ഹോർമൂസിലെ ഇപ്പോഴത്തെ സ്ഥിതി. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയാണ് അമേരിക്കയും ഇറാനും ഇപ്പോഴും വലിയ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ വലിയ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിലനിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടേതാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ തങ്ങൾക്ക് കപ്പം തരണം എന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെന്നും ഏതു കമ്പനിയുടെയും വാണിജ്യ കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നത് പ്രാകൃതമായ രീതിയാണ് എന്നുമൊക്കെയാണ് അമേരിക്കയുടെ പക്ഷം. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള സമാധാന ഉടമ്പടി റദ്ദായി പോയതും 2 രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതും. ആണവായുധങ്ങളെ സംബന്ധിച്ചും 2 രാജ്യങ്ങൾക്കും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആണവായുധം തങ്ങളുടെ പരമാധികാരത്തിൻ്റെ അടയാളമാണെന്നും അതൊരിക്കലും കൈവിടില്ലെന്നും ഇറാന്റെ പക്ഷം. എന്നാൽ ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ വന്നു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ സുരക്ഷിതമല്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഇറാന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയമുണ്ട്. ഇത് 90% സമ്പുഷ്ടീകരിക്കപ്പെട്ടാൽ അത് ആണവായുധത്തിലേക്ക് നീങ്ങും. അത് തടയാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളിലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വ്യത്യസ്ത അഭിപ്രായം തുടരുകയാണ്.
ഈ വ്യത്യസ്ത അഭിപ്രായം കാരണം ഇപ്പോൾ അമേരിക്ക ഇറാനെ തകർത്തിട്ടേ പിൻവാങ്ങുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ആദ്യമൊക്കെ അമേരിക്ക ഇറാനെ എങ്ങനെയെങ്കിലും ചർച്ചയിലൂടെ വരീതിയിലാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുകയായിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, അതിനുശേഷം സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു, അതിനുശേഷം സമാധാന ചർച്ചകൾ നടത്തുന്നു. എന്നാൽ ഈ ഒരു അമേരിക്കൻ നയത്തോട് ഇസ്രായേലിന് യാതൊരു പിന്തുണയും ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ പറയുന്നത് ഇറാനോട് ഇത്തരത്തിലുള്ള ഭാഷ സംസാരിച്ചിട്ട് കാര്യമില്ല, ഇറാൻ ലോകത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ശക്തിയാണ്, അതുകൊണ്ട് തന്നെ ഇറാനെ പരമാവധി ഇല്ലാതാക്കുക, ഇറാൻ്റെ സൈനിക ശേഷി കുറയ്ക്കുക, അതിനുവേണ്ടി നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ നിലപാടുകളിൽ ഒരു ക്ലാഷ് വരികയും അതിനുശേഷം അമേരിക്ക വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയും ചർച്ചയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. എന്നാൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഉപേക്ഷിച്ച് അമേരിക്ക വീണ്ടും ആക്രമണത്തിലേക്ക് തിരിഞ്ഞു. കനത്ത ആക്രമണമാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ഇറാനിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ദീർഘദൂര മിസൈലുകൾ സംഭരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ, ഇറാൻ്റെ ഡ്രോണുകൾ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കേന്ദ്രങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾക്ക് മേൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാടടച്ചുള്ള ആക്രമണം ഇറാനിൽ അവർ നടത്തുന്നില്ല. തീർച്ചയായും ഭരണകൂടത്തോടുള്ള എതിർപ്പ് മാത്രമാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. ഭരണകൂടത്തെ താഴെ ഇറക്കിയാൽ ജനങ്ങളുടെ പിന്തുണയുണ്ടാകും എന്ന് അമേരിക്ക കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനവാസ മേഖലകളിലും മറ്റും കനത്ത ആക്രമണം നടത്താതെ കൃത്യമായ ആക്രമണം മാത്രം നടത്തി ഇറാൻ്റെ സൈനിക ശേഷി അവസാനിപ്പിക്കുക എന്ന ഒരു ചുമതലയിലേക്ക് അമേരിക്ക മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കപ്പൽ അപകടം വീണ്ടും അമേരിക്കയെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇറാൻ നിർദ്ദേശിച്ചിരിക്കുന്ന പാതയിലൂടെ അല്ലാതെ കാട് കയറിപ്പോയ കപ്പലിനാണ് ഇത്തരത്തിൽ മൈൻ തട്ടി അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ അമേരിക്കയുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ എങ്ങനെയുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം.